പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഏവർക്കും വന്ദനം. ഈ വീഡിയോയിൽ കൂടെ ആത്മാഭിമാനമുള്ള, സത്യത്തോട് താല്പര്യമുള്ള, വ്യക്തി സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്ന, ഈശ്വരബോധവും മനുഷ്യ സ്നേഹവുമുള്ള ഏവരോടും ഒരു പ്രത്യേകമായി അഭ്യർത്ഥന നടത്തുക എന്നതാണ് ലാക്കാക്കിയിരിക്കുന്നത്. ഞാൻ ആ വിഷയം നേരെ അവതരിപ്പിക്കട്ടെ. മനുഷ്യർക്ക് മതസ്വാതന്ത്ര്യം ആവശ്യമാണ് എന്ന് പല ആളുകളിൽ നിന്നും നാം കേട്ടിട്ടുണ്ട്, ഗ്രഹിച്ചിട്ടുണ്ട്. എത്രയോ നൂറ്റാണ്ടുകളായി മനുഷ്യൻ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നു, പോരാടുന്നു. എന്നാൽ മതസ്വാതന്ത്ര്യം ഒരു യാഥാർത്ഥ്യമാക്കുവാൻ പലവിധ നിയമങ്ങളുണ്ട് എങ്കിലും വ്യക്തികളുടെ അനുഭവത്തിൽ വരുമ്പോൾ അതിന്നും ഒരു മരീചിക പോലെ നമ്മളിൽ നിന്ന് ദൂരെ ദൂരെ മാറിപ്പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ നിലവിലിരിക്കുന്ന അവസ്ഥയും മനോഭാവവും കാഴ്ചപ്പാടും അനുസരിച്ച് മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരുൾപ്പെട്ടിരിക്കുന്ന മതസംവിധാനത്തിൻ്റെ ഉള്ളിൽ ചിന്തിക്കാതെ, അന്വേഷിക്കാതെ, യാതൊരു അഭിപ്രായവുമില്ലാതെ മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് അതിനോട് യോജിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് സത്യത്തോടും നീതിയോടും പൊരുത്തമില്ലാതെ വിശ്വാസത്തിൻ്റെ പേരിൽ അന്ധവിശ്വാസത്തെ സ്ഥാപിച്ചു വച്ചിരിക്കുന്ന വ്യക്തികൾക്ക് മതപരമായ യാതൊരു സ്വാതന്ത്ര്യവുമില്ലാത്ത അടിമത്വത്തിൻ്റെ അവസ്ഥയാണ്. ഈ ഒരു വലിയ വിരോധാഭാസം തിരിച്ചറിയാൻ അല്പം ധൈര്യം ആവശ്യമാണ്. നാം വിലമതിക്കുന്ന മത സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയുമായിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനികളോടുള്ള പരാമർശത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഏത് സഭയിലെ അംഗമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ദൈവം തന്ന അനുഭവവും ചിന്താശക്തിയും അറിവും അനുസരിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ മതത്തെ സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിൽ സ്വന്തമായ സ്വതന്ത്രമായ ഒരു അഭിപ്രായം രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല. നിങ്ങൾ ആയിരിക്കുന്ന ആ സംവിധാനത്തിൻ്റെ നിർജീവ അംഗങ്ങളായി ചിന്തിക്കാനുള്ള കഴിവ് പരിപൂർണമായി ഉപേക്ഷിച്ച് ഒരാശ്രിത മനോഭാവത്തോടെ ആ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികളുടെ ഇംഗിതത്തിന് അടിയറ വെച്ച് അതിൻ്റെ അടിമത്വത്തിൽ മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മതസ്വാതന്ത്ര്യം എന്നത് വ്യക്തികൾക്ക് ഏതാണ്ട് 100% നിരാകരിക്കപ്പെട്ടിട്ടുള്ളതും മതസംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ചില നേതാക്കൾക്ക് മാത്രം അവരുടെ താല്പര്യം എന്താണോ അത് നിവർത്തിക്കാനുള്ള അവകാശമായിട്ടും ഇന്ന് പരിപൂർണമായി അധപ്പതിച്ചു പോയിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി ആത്മാർത്ഥതയുള്ള, സത്യസന്ധമായി ജീവിക്കാൻ താല്പര്യമുള്ള, ദൈവബോധമുള്ള ആളുകൾ ഈ സംവിധാനങ്ങളുടെ ഉള്ളിൽ വലിയ വീർപ്പുമുട്ടലിലും ശ്വാസം മുട്ടലിലുമാണ് കഴിയുന്നത് എന്നത് വ്യാപകമായൊരു സത്യമാണ്. അതേസമയം തന്നെ ഈ സംവിധാനം എന്തുകൊണ്ട് ഇപ്രകാരം തന്നെ തുടർന്നുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ആരും ഇതിനോട് വേണ്ട വിധത്തിൽ പ്രതികരിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യാതെ ഈ അടിമത്തത്തിൽ തന്നെ തുടർന്നു പോകുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചെറുപ്പം മുതലേ നമുക്ക് ലഭിക്കുന്ന പരിശീലനവും ആ പരിശീലനത്തെ നിലനിർത്തുന്നതിന് വേണ്ടി നമുക്കെതിരെ എപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരുന്ന ഭയം എന്ന ആയുധവുമാണ്. പുരോഹിത വർഗത്തിൻ്റെ ഇംഗിതത്തെ അതുപോലെ അംഗീകരിക്കുകയും അവിടെ എല്ലാ താല്പര്യങ്ങൾക്കും നമ്മളെ തന്നെ അടിയറ വയ്ക്കുകയും ചെയ്തില്ല എങ്കിൽ അവരുടെ ശാപം നമ്മുടെ മേൽ വരുമെന്നും തൽഫലമായ ദൈവകോപം നമുക്കെതിരെ ജ്വലിക്കുമെന്നും അതുകൊണ്ട് നമ്മളും നമ്മുടെ തലമുറകളും വലിയ കഷ്ടത്തിലായിത്തീരുമെന്നുള്ള പഠിപ്പീര് അനേകം ആളുകളെ, ജനകോടികളെ ഇന്നും
അദൃശ്യമായ ചങ്ങലയിൽ വരിഞ്ഞ് കെട്ടി മുറുക്കി ഇട്ടിരിക്കുന്നു എന്നത് മർമ്മഭേദകമായ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുമായി പങ്കിട്ട ഒരു വീഡിയോയിൽ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഇമ്മാനുവൽ ഹോസ്പിറ്റൽ അസോസിയേഷൻ ദീർഘകാലം ജോലി ചെയ്ത ഷൈല കുര്യൻ എന്ന സഹോദരി എന്നെ വളരെ പ്രോത്സാഹിപ്പിക്കത്തക്ക വിധത്തിൽ, എന്നെ ഒരു വിധത്തിൽ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ധൈര്യത്തോടുകൂടെ തൻ്റെ മതപരമായ അവസ്ഥ എന്താണ്, എന്തുകൊണ്ട് താൻ സഭയിൽ നിന്ന് മാറി നിൽക്കുന്നു, പുരോഹിത കേന്ദ്രീകൃതമായ ക്രമത്തെ വിട്ടിട്ട് സ്വതന്ത്രമായി തൻ്റെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ മാതൃകയായ യേശുക്രിസ്തുവിനെ ആശ്രയിച്ച് അനുഗമിച്ച് ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നുവെന്നത് അല്പം പോലും മറച്ചു വെക്കാതെ വളരെ ഭംഗിയായി കൃത്യമായി പറഞ്ഞതിനോട് അനേകം ആളുകൾ വളരെ സർഗാത്മകമായി, ക്രിയാത്മകമായി, പോസിറ്റീവായി പ്രതികരിച്ചത് എനിക്ക് വളരെ അധികം സന്തോഷം നൽകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് എവരോടും പറയാനുള്ളത്, നമുക്ക് ഈ ഒരു ചെറിയ യൂട്യൂബ് സംഗമത്തിൽ കൂടെ നമ്മുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സത്യം എന്ന് ഒന്ന് വിളിച്ചു പറയാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എൻ്റെ കടമയാണ് എന്നെനിക്കിപ്പോൾ നന്നായി ബോധ്യമുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ വേണ്ടതുപോലെ ഇഫക്റ്റീവ് ആകണമെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അനേകം ആയിരക്കണക്കിന് സഹോദരന്മാർ അവരുടെ അവസ്ഥയുടെ സത്യമെന്ത് എന്ന് മറ്റുള്ളവർക്ക് അറിയത്തക്കവണ്ണം ഈ ഒളിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് വെളിയിലേക്ക് വന്ന് സത്യത്തെ സാക്ഷീകരിക്കാനുള്ള ഒരു ആത്മധൈര്യം പ്രാപിക്കുക ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളിൽ ഇപ്രകാരമുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾ ദയവായി ഈ ഷൈല കുര്യൻ എന്ന് പറയുന്ന സഹോദരി കാണിച്ച ആ ഒരു ധൈര്യം അളവുകോലായി സ്വീകരിച്ചുകൊണ്ട്, മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അനുഭവം എന്താണ് എന്ന് നിങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഈ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന യൂട്യൂബ് സംഗമത്തിലെ അംഗങ്ങളുമായി ഒന്ന് പങ്കിടുവാൻ നിങ്ങൾ മുൻപോട്ട് വരിക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: വാട്സാപ്പിൽ കൂടെ എന്നെ വിളിക്കുക. നിങ്ങളുടെ അനുഭവം എന്നോട് പങ്കിടുമ്പോൾ നിങ്ങളുടെ അനുവാദത്തോടെ ഞാനത് റെക്കോർഡ് ചെയ്യുകയും ഈ ഷൈല കുര്യനുമായിട്ടുള്ള സംഭാഷണം നിങ്ങളുമായി പങ്കിട്ടതുപോലെ ആ റെക്കോർഡ് ചെയ്ത സംഭാഷണം ടെമ്പിൾ ഓഫ് തോട്ടിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ വളരെ താല്പര്യത്തോടെ ജാതിമത ഭേദമന്യേ അനേകർ വളരെ നല്ല വിധത്തിൽ ആ വീഡിയോയോട് പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനെ അല്പം പോലും അത്ഭുതപ്പെടുത്തുന്നില്ല. അത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. കാരണം ഞാൻ ഈ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ വന്ന ശേഷം ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ ഞാൻ ചെവി കൊടുത്തിട്ടുണ്ട്, അവരിൽ നിന്നെല്ലാം അല്പം പോലും ഒരാൾ പോലും വ്യത്യാസമില്ലാതെ അവരുൾപ്പെട്ടിരിക്കുന്ന സഭയുടെ അവസ്ഥ എത്ര പരിതാപകരമാണ് എന്നും അതിൻ്റെ ഉള്ളിൽ അവർ അനുഭവിക്കുന്ന വീർപ്പുമുട്ടൽ എത്ര അസഹനീയമാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ തന്നെ അവസ്ഥയുടെ സത്യാവസ്ഥത ഒന്ന് വെളിപ്പെടുത്തുവാനുള്ള ധൈര്യം കാണിക്കുന്നവരായിരുന്നില്ല. എന്നാൽ ഇങ്ങനെ ഷൈല കുര്യനെ പോലെയുള്ള ഒരു സഹോദരി അതിനുള്ള ആർജവം കാണിച്ചതുകൊണ്ട് തീർച്ചയായും അത് മറ്റുള്ളവരുടെ അതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി തീരുവാൻ ഇടയാണ്. ഞാൻ എൻ്റെ അനുഭവങ്ങളും ഇനിയും കൂടുതലായി നിങ്ങളുമായി പങ്കിടാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ എന്തുകൊണ്ട് കഴിഞ്ഞ 7 വർഷമായി ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ഔദ്യോഗികമായ ഈ ചട്ടക്കൂടിൽ നിന്ന് ഒന്ന് മാറി നിന്നിട്ട് സത്യത്തെ അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ചത്, അതിൽ കൂടെ സംജാതമായതിൻ്റെ അവസ്ഥ എന്താണ്, അതിലുള്ള നന്മ എന്താണ് എന്നത്
സത്യസന്ധമായി നിങ്ങളെ അറിയിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ വ്യക്തിപരമായ കാര്യങ്ങൾ അധികം പറയാത്തത് അത് തെറ്റിദ്ധരിക്കപ്പെടുവാൻ ഇടയുണ്ട് എന്നതുകൊണ്ടാണ്. പക്ഷേ ഇനിയും അങ്ങനെ ശങ്കിച്ച് നിന്നിട്ട് കാര്യമില്ല. തെറ്റിദ്ധരിക്കപ്പെടുക എന്നതാണ് എനിക്ക് എന്നെ പറ്റിയുള്ള ദൈവഹിതമെങ്കിൽ അത് നടപ്പാകട്ടെ. സത്യം പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് ഞാൻ ഇനിയും അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ചില വ്യക്തിപരമായ അനുഭവങ്ങളും കൂടെ വെളിപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു യൂട്യൂബ് സംഗമത്തിൽ കൂടെ എൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല, എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്ത് എന്ന ഉള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ഇടയിൽ വ്യക്തമായി പരക്കേണ്ട ആവശ്യമുണ്ട്. മനുഷ്യന് വിടുതൽ പ്രാപിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രയോറിറ്റിയാണ്. അതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? ഞാൻ ബദ്ധിതരെ വിടുവിക്കാനായി വന്നു. ഞാൻ കഴിഞ്ഞ അനേക വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഞാൻ ആവർത്തിക്കുകയാണ്. യേശു നടത്തിയ പ്രസ്താവനയിൽ ഒറ്റ കാര്യം മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മനുഷ്യൻ മതത്തോടുള്ള അടിമത്വത്തിൽ കഴിയുന്നു. ആ അടിമത്ത അവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം അവൻ്റെ സാധ്യതകളോട്, അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യത്തോട് നീതി പുലർത്തുവാൻ ഒരു വ്യക്തികൾക്കും സാധ്യമല്ല. അത് ദൈവഹിതത്തിന് ഘടകവിരുദ്ധമാണ്. മനുഷ്യനാരുടെയും അടിമയായി ജീവിക്കുവാനല്ല ദൈവം ഇത്ര മഹനീയമായ ഒരു ജന്മം നമുക്ക് നൽകിയത് എന്നതുകൊണ്ട് മനുഷ്യരെ ഈ അധപ്പതിച്ച അടിമത്വത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് അവരെ ആത്മീക സ്വാതന്ത്ര്യത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ കൊണ്ടെത്തിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതിന് ഘടകവിരുദ്ധമായിട്ടാണ് സങ്കുചിതമായ മനസ്സുകൊണ്ട് മാത്രം നടത്തപ്പെടുന്ന മതപരമായ പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ തലപ്പത്ത് കയറിയിരിക്കുന്ന മറ്റെല്ലാ ജീവിത പ്രവർത്തന മേഖലയിലും കൊള്ളാത്ത ആളുകൾ, പരാജയപ്പെട്ട ആളുകൾ, ദൈവവിളി കിട്ടിയെന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞ് ഇതിനകത്ത് നുഴഞ്ഞു കയറി പിന്നെ രാഷ്ട്രീയം കളിച്ച്, പിന്നെ അഴിമതി കാണിച്ച്, കള്ളത്തരം മാത്രം കാണിച്ച്, കാട്ടുകള്ളന്മാരായ ആളുകൾ കുപ്പായത്തിന് നിറമൊക്കെ മാറ്റി അങ്ങ് തലപ്പത്ത് കയറിയിരിക്കുകയും മനുഷ്യരോട് യാതൊരു വിധത്തിലുള്ള കരുതലും സ്നേഹവുമില്ലാതെ അവിടെ അധികാരത്തിൻ്റെ മുഖം കഴിയുന്നത്രയും ആളുകളുടെ പെടലിക്ക് വെച്ചു കൊടുക്കുക. അതാണ് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അജപാലക ശുശ്രൂഷ എന്നൊക്കെ പറയുക. കാണിക്കാവുന്ന അധർമ്മം മുഴുവനും കാണിക്കുക, ഉള്ള വഞ്ചന മുഴുവനും കാണിക്കുക, ഈ നാട്ടിലെ നിയമങ്ങൾ മുഴുവനും അവഗണിച്ച് എന്താണ് പറയുന്നത്, കള്ളപ്പണം ഉണ്ടാക്കുക, അഴിമതി കാണിക്കുക, പാവപ്പെട്ടവനെ പിഴിഞ്ഞെടുക്കുക, ഇങ്ങനെയുള്ള അധർമ്മ പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണെന്ന് പറയുക. ഈ ഒരവസ്ഥ സഹിച്ച് ശ്വാസം മുട്ടി ഭ്രാന്ത് പിടിക്കാറായിരിക്കുന്ന അവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും. ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ പലതും ഞാൻ അവഗണിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം പ്രധാനമായും എനിക്ക് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീരുകളുടെ അർത്ഥം എന്താണെന്നും അതിൻ്റെ ആഴവും വ്യാപ്തിയും എന്താണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതായിരിക്കണം എൻ്റെ മുൻഗണന എന്നതുകൊണ്ട് ഞാൻ അതിൽ മാത്രം കേന്ദ്രീകരിച്ച് ഈ കാലം അത്രയും കഴിഞ്ഞതാണ്. പക്ഷേ ഇനിയും ഒരു പക്ഷേ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിനല്പം മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട് എന്നത് ഇപ്പോൾ വ്യക്തമാകിയാൽ ഞാൻ ഈ ഒരു പങ്ക്തി ആരംഭിക്കുകയാണ്. അപ്പോൾ പ്രധാനമായും ഈ പങ്ക്തിയുടെ കേന്ദ്രബിന്ദു മതസ്വാതന്ത്ര്യം മതത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആയി മനസ്സിലാക്കണം. മതസ്വാതന്ത്ര്യം മതത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. മതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാതെ മതസ്വാതന്ത്ര്യം അർത്ഥവത്താകുകയില്ല. ഫ്രീഡം ഓഫ് റിലിജിയൻ ബിക്കംസ് മീനിങ്ഫുൾ ഓൺലി ത്രൂ ഫ്രീഡം ഫ്രം റിലിജിയൻ. ഇത് ഞാൻ പഠിച്ചത് നസ്രയനായ യേശുവിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ഒട്ടുമുക്കാലും ക്രിസ്ത്യാനികൾ ഞെട്ടിപ്പോകും. പക്ഷേ അത് ആക്ഷരികമായി അത് സത്യമാണ്, അതങ്ങനെ തന്നെയാണ്. യേശു ഏത് മതമാണ് ആചരിച്ചത് എന്ന് ക്രിസ്ത്യാനികൾക്കൊന്ന് പറയാമോ? യേശു ഒരു ക്രിസ്ത്യാനിയായിരുന്നു. യേശു ഒരു യഹൂദ മതം ആചരിക്കുന്ന വ്യക്തിയായിരുന്നു. മതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ മാത്രമേ
ദൈവഹിതത്തോട് താതാത്മ്യം പ്രാപിച്ച് ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ മനുഷ്യർക്ക് എത്തിപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ യേശുക്രിസ്തു ഒരു മതത്തിൻ്റെയും അടിമയായിരുന്നില്ല. എല്ലാ മതത്തിൻ്റെയും വേലിക്കപ്പുറത്ത് പോയി ഈ ലോകത്തെ മുഴുവനും കാണുകയും കരുതുകയും സ്നേഹിക്കുകയും അതിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവത്തോട് താതാത്മ്യം പ്രാപിച്ച് അവൻ്റെ ഹിതം നിർവഹിക്കുന്നതാണ് എൻ്റെ ഭക്ഷണവും പാനീയവും എന്ന് പറയുന്ന ആ അവസ്ഥയിൽ ആയിരുന്ന ക്രിസ്തുവിനെ അറിയുവാനോ അനുസരിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം ഒരു ക്രിസ്ത്യാനിക്കുമില്ല എന്ന നെഞ്ചത്ത് കൈവച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അനുഭവത്തിൻ്റെ 1000 അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ എൻ്റെ വ്യക്തിപരമായ പല അനുഭവങ്ങളും നിങ്ങളുമായി പങ്കിടാനുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്താണ്? നിങ്ങൾ അനുഭവിക്കുന്ന ആത്മീയമായ ഞെരുക്കവും ശ്വാസം മുട്ടലും എന്താണ്? നിങ്ങൾക്ക് ലഭ്യമാകുന്ന മതസ്വാതന്ത്ര്യത്തിൻ്റെ ഉൾക്കാമ്പ് എന്താണ്? അതിനെപ്പറ്റി നിങ്ങൾ തൃപ്തരാണോ? നിങ്ങൾ ആയിത്തീരേണ്ടതുപോലെ ആയിത്തീരുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സത്യസന്ധമായൊരു സംവാദം നമ്മുടെ ഇടയിൽ ആരംഭിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഇതിൽ നിങ്ങൾ ദയവായി സഹകരിക്കണമെന്ന് വിനീതമായി ഏവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇത് വളരെ ലളിതമാണ്. നിങ്ങൾ ആകെപ്പാട് ചെയ്യേണ്ടത് 8848339230 എന്ന എൻ്റെ നമ്പറിൽ, അത് വാട്സാപ്പ് നമ്പറും അത് തന്നെയാണ്, സമ്പർക്കം പാലിക്കുക, കോണ്ടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ ഒന്നുകൂടെ പറയട്ടെ: 8848339230 8848339230. ഇതിൽ ഈ നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ അനായാസമായി ക്രമീകരിക്കാൻ ഇടയായിത്തീരും. നമ്മുടെ അനുഭവങ്ങളിലെ സത്യസന്ധത, അതിൻ്റെ സത്യമായ അവസ്ഥ ഒന്ന് പൊതുവായി പറയാനുള്ള, ഒന്ന് വെളിപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം അർത്ഥവത്താക്കുന്ന നട്ടെല്ല് നമുക്കുണ്ടാകട്ടെ. ആ കൃപ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് ഈ വളരെ ശ്രദ്ധേയമായ സാധ്യത അതിൻ്റെ പൂർണ്ണ തോതിൽ പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കാം. മതസ്വാതന്ത്ര്യം അർത്ഥവത്താകണമെങ്കിൽ മതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യമാണ്. ഇതാണ് നമ്മുടെ പ്രധാനമായ ഇത് എൻ്റെ കഴിഞ്ഞ അരനൂറ്റാണ്ടിൻ്റെ അന്വേഷണത്തിൽ കൂടെ എനിക്ക് വെളിപ്പെട്ടു വന്ന അടിസ്ഥാന പ്രമാണമാണ്. ഫ്രീഡം ഓഫ് റിലിജിയൻ ബിക്കംസ് മീനിങ്ഫുൾ ഓൺലി ത്രൂ ഫ്രീഡം ഫ്രം റിലിജിയൻ. അത് വെളിപ്പെടുത്തിയതാരാണ്? അതിനെ പഠിപ്പിച്ചതാരാണ്? നസ്രയനായ യേശുവാണ്. അതുകൊണ്ട് ഈ ഒരു ആത്മീകമായ ഉൾക്കാഴ്ചയിൽ എനിക്ക് 100% ആത്മധൈര്യമുണ്ട്. അത് പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ വ്യക്തിത്വവും അത്ഭുതാവഹമായി രൂപാന്തരപ്പെടും എന്നത് എനിക്ക് 100% വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക്, യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ, ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ പങ്ക്തി. This series is a continuous prayer that God in His mercy may lead all people into true freedom of religion, which begins as freedom from religion. എവർക്കും എൻ്റെ കൂപ്പുകൈ. നമുക്ക് ഈ അന്വേഷണം, ഈ പരമ്പര, ഈ സംവാദം, ഈ സംഭാഷണം ഏറ്റവും ഹൃദ്യമായും പരസ്പര ബഹുമാനത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ ദീർഘനാൾ നിലനിർത്തുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ, സഹായിക്കട്ടെ, വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നമസ്കാരം.